എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. LGS ഒന്നാം ഘട്ടം പരീക്ഷ അവസാനിച്ചു. ഇനി 2ഉം 3ഉം ഘട്ടം പരീക്ഷ എഴുതുന്നവർ കുറച്ച് ടെൻഷനിലായിരിക്കും. എന്തായിരിക്കും പാറ്റേണിൽ ചേഞ്ച് ഉണ്ടാവുമോ? ഇനി വരുന്ന പരീക്ഷകൾ നവംബർ 23ഉം നവംബർ 30ഉം ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്നവർ തകൃതിയായിട്ടുള്ള പഠനത്തിലായിരിക്കും. ഈ അവസാന വട്ടം നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ഓടിച്ചിട്ട് പഠിക്കണം അല്ലേ? പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് ധാരാളം വർക്കൗട്ട് ചെയ്തിട്ടും ഒക്കെ വേണം നമ്മൾ ഇനിയുള്ള വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ ആ ദിവസങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു 20 ഡേ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 20 ദിവസം കൊണ്ട് നമുക്ക് എൻറ്റയർ സിലബസിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് GK തന്നെയാണ് അല്ലേ? മാത്സ് നമുക്ക് 20 മാർക്കുണ്ട്. മാത്സിൽ നമുക്ക് മാക്സിമം എത്ര മാർക്ക് വാങ്ങിയെടുക്കണം? 18ഓ 19ഓ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഡെയിലി മാത്സ് ചെയ്തു പഠിച്ച്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അവ മനസ്സിലാക്കിയിട്ട് വേണം ഇനിയുള്ള ഈ ഒരു കുറച്ച് ദിവസം മുന്നോട്ട് പോകാനായിട്ട്. എപ്പോഴും അവസാനവട്ട റിവിഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല റിച്ച് കണ്ടന്റോട് കൂടി തന്നെ നമ്മൾ ചെയ്യണം അല്ലേ? അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസത്തിനും ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ട് പോവുക. നമുക്ക് ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് ഡേ പഠിക്കാം. അപ്പോൾ അതായത് GK എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്തിരിക്കുന്നത് 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കാണ് അല്ലേ? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് 1857 കലാപങ്ങൾ. അതുപോലെ തന്നെ സയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും അവിടെ എപ്പോഴും ചോദിക്കുന്നതാണ്, വൈറ്റമിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മാത്സ് നമ്മൾ എന്താണ് ആ ഒരു ബേസ് മുതലാണ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ് നമുക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ബോർഡ് മാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ലളിതമായിട്ടുള്ള ക്രിയകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ആഡ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഡേ ദെൻ വീണ്ടും ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ ഫോർമേഷൻ, മിന്റോ മോർലി, അതുപോലെ തന്നെ ഹോം റൂള്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ അല്ലെ? അപ്പൊ ആ ഭാഗങ്ങളൊക്കെ പഠിച്ച് സയൻസിലും മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് അവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും ടൈം ടേബിളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഡേ 3ലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളായി. എന്താണ് GKയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ. അപ്പം നമുക്ക് അവിടെ ഗാന്ധിജിയെ കുറിച്ചും നെഹ്റുവിനെ കുറിച്ചിട്ടും ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ട് അല്ലെ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ ആഡ് ചെയ്യുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ദെൻ കെമിസ്ട്രി, അതായത് സയൻസിൽ തന്നെ ആറ്റത്തിന്റെ ഘടന, പീരിയോഡിക് ടേബിള്. ദെൻ കേരള ഹിസ്റ്ററിയിൽ എന്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. ദെൻ സയൻസിൽ കെമിസ്ട്രിയിൽ തന്നെ ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹൈഡ്രജനും ഓക്സിജനും. അതിൻ്റെ ഐസോടോപ്പുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും കണ്ടുപിടിച്ചത് ആരാണ്, അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങൾ വരെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെ മാത്സും ഇങ്ങനെയാണ് 3rd ഡേയിൽ പോകുന്നത്. ഇങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ പഠിച്ചിട്ട് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. മെൻറ്ററാണ് ഇതുമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ മെൻറ്റർ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ അവസാനവട്ട റിവിഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ലൈവ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 14-നാണ്. അപ്പോൾ 13-നാണ് നിങ്ങൾക്ക് എക്സാം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയാൽ ഫുൾ സിലബസ് നമുക്ക് 20 ഡേ കൊണ്ട് ഡിവൈഡ് ചെയ്ത് തന്നെ
പഠിച്ച് അതായത് റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്പിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് ഇല്ലേ, ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുക. അപ്പോൾ നമ്മൾ എൻറ്റയർ സിലബസിനെ നമ്മൾ 20 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു പാർട്ട് പോലും മിസ്സായി പോകുന്നില്ല. ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് സിലബസ് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മോഡൽ എക്സാമുകളും പിന്നെ ലൈവ് ക്ലാസ്സുകളും അഡീഷണൽ ആയിട്ട് ലൈവ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ എക്സാമുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അറിയിക്കുന്നത് ഈ ഒരു ചാനൽ വഴിയായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്